എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബിനീഷും ഗ്യാങ്ങും ഗംഗയും കൊണ്ട് പോവുകയാണ്. അതിനിടയ്ക്ക് കൂടെയുള്ളവർ പറയുന്നുണ്ട് നമ്മുടെ വണ്ടി നമ്പർ സഹിതം അവർ ചെക്ക് പോസ്റ്റിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് പിടിക്കപ്പെടും, ഇങ്ങനെ പോയാൽ ശരിയാകിയല്ല എന്ന് പറയുമ്പം ബിനീഷ് പറയുന്നുണ്ട് ഇന്ന് രാത്രി ഈ വണ്ടി ചെക്ക് പോസ്റ്റ് കിടക്കുകയില്ല, പ്രശ്നമാകും എന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കൊക്കയിൽ ഈ വണ്ടി സഹിതം ഇവളെ തള്ളും, വണ്ടി പോയാലും കുഴപ്പമില്ല, ജീവപര്യന്തം കിടക്കുന്നത് അതിനേക്കാൾ വലിയൊരു പ്രശ്നമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരാളിങ്ങനെ നടന്നു പോവുകയാണ്. ഇവർ ഓൺ അടിച്ചിട്ടും അയാൾ മാറുന്നില്ല. അത് നമ്മുടെ വിനീതാണ്. വിനീതിൻ്റെ മൈൻഡ് ഇവിടെ ഒന്നും അല്ല, അമ്മയായിട്ട് വഴക്കായിട്ട് ഇറങ്ങിയതാണല്ലോ. അന്നേരം അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിക്കിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഈ വണ്ടി ഓൺ അടിക്കുന്നതൊന്നും അവൻ കേൾക്കുന്നില്ല. കുറേ ഓൺ അടിച്ചിട്ടും മാറാതെ ആകുമ്പം ബിനീഷ് പറയുന്നുണ്ട്, അതെ ചെകിടുപൊട്ടനൊന്നുമില്ല, അവന് നല്ല തല്ല് കിട്ടാത്തതിൻ്റെ സൂക്കേടാണ് എന്ന്. അങ്ങനെ വണ്ടി നിർത്തി ഇറങ്ങും. എന്നിട്ട് വിനീതിൻ്റെ അടുത്ത് പോയിട്ട് തനിക്ക് ചെവി കേൾക്കത്തില്ല, എത്ര തവണയായി വണ്ടി ഓൺ അടിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അയ്യോ സാർ ഞാൻ കേട്ടില്ല എന്ന് പറയും. കേട്ടില്ല അവൻ എന്ന് പറഞ്ഞ് പിടിച്ചങ്ങ് തള്ളുക. അന്നേരമാണ് ഈ ഓൺ അടിക്കുന്ന സൗണ്ടൊക്കെ കേട്ട് ഗംഗ ഉണർന്നായിരുന്നു. ഗംഗ നോക്കുമ്പം വിനീതിനെ കാണുമല്ലോ. അന്നേരം വിനീതേട്ട എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് വണ്ടിയുടെ അകത്തുനിന്ന് വിളിക്കുവാണ്. അന്നേരമാണ് വിനീത് ഗംഗയെ കാണുന്നത്. അപ്പോഴത്തേക്കും വിനീത് ഓടി വന്നിട്ട് സാറേ അതെൻ്റെ ഗംഗയാണ്, അവളെ ഉപദ്രവിക്കരുത് എന്ന് പറയുമ്പം നിൻ്റെ ഗംഗയോ, അവൾ ഇപ്പം ഞങ്ങളുടെ ഗംഗയാണ് എന്ന് പറയുന്നു. പിന്നെ അവിടെ കിടന്ന് ഒരു പൊരിഞ്ഞടിയാണ്, എല്ലാത്തിനും അടിച്ച് ഒരു മൂലയിലാക്കുന്നുണ്ട് വിനീത്. ലാസ്റ്റ് ഒരു വടിയെടുത്ത് ഒരുത്തിൻ്റെ തല അടിച്ച് പൊട്ടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഗംഗ വിനീതേട്ട എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കും. അപ്പോഴത്തേക്കും ഗംഗയുടെ ബോധം പിന്നെയും പോകും കേട്ടോ. അപ്പോഴത്തേക്കും ആ വടിയെ വെച്ച് അവനിട്ടൊരു തല്ലൂടെ കൊടുത്തിട്ട് ഓടി വന്ന് ഗംഗയെ പിടിക്കുന്നു. ഗംഗ ബോധം കെട്ട് വിനീതിൻ്റെ കയ്യിലേക്ക് വീഴുന്നു. ഈ സമയം കാവേരിയും യമുനയും കൂടെ ഓടി വരുന്നുണ്ട്. ഓടി ഓടി മടുത്തു യമുന. ചേച്ചി എനിക്കിനി ഓടാൻ പറ്റിയല്ല എന്ന് പറയുമ്പോൾ മോളെ ഇവിടെ നമ്മൾ മടുത്ത് തോറ്റ് പിൻവാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ പശ്ചാത്തപിക്കേണ്ടി വരും, അതുകൊണ്ട് മോളിങ്ങ് ഓടി വാ എന്ന് പറഞ്ഞ് യമുനയുടെ കയ്യെ പിടിച്ച് പിന്നെയും ഓടാൻ തുടങ്ങുമ്പോഴാണ് വിനീത് ഗംഗയായിട്ട് വരുന്നത് കാണുന്നത്. അപ്പോൾ ദൂരെ നിന്ന് വരുമ്പം അവരുടെ മുഖം ക്ലിയർ അല്ലല്ലോ, ഇരുട്ടല്ലേ. അതെന്താ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അറിയത്തില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞാൽ യമുനയ്ക്ക് പേടിയാവുന്നുണ്ട്. അതായത് കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്കും അടുത്തോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും കാവേരിക്ക് അത് വിനീതേട്ടനല്ലേ എന്ന ഒരു സംശയം. അവർ ഓടി അടുത്തോട്ട് ചെല്ലുന്നു. അപ്പോഴത്തേക്കും വിനീത് കുറച്ച് വെട്ടത്തിലേക്ക് വരും. അന്നേരം അവർ തറയിൽ കിടത്താൻ പറയുവാണ് ഗംഗയെ. അവിടെ കിടത്തി കുറേ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും ഗംഗ ഉണരും. അന്നേരം എന്താ സംഭവം നടന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വിനീത് കാര്യങ്ങളൊക്കെ പറയുന്നു. അന്നേരം അവന്മാർ അവിടെ ഉണ്ടോ എങ്കിലും എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ചാടി എഴുന്നേക്കാൻ തുടങ്ങുവാണ് കാവേരി. അന്നേരം നീ എന്ത് ചെയ്യാൻ പോവാ, പോയി കൊല്ലാൻ പോവാണോ? ഇപ്പം തന്നെ ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ വിനീതേട്ടൻ നാളെ ജയിലിൽ കയറേണ്ടി വന്നേനെ എന്ന് പറയുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് ഗംഗ നോക്കുമ്പോഴാണ് വിനീതിൻ്റെ നെറ്റി പൊട്ടിയിരിക്കുന്നത് കാണുന്നത്. അപ്പോഴേക്കും അയ്യോ ദേ നെറ്റി പൊട്ടി ചോര വരുന്നു എന്ന് പറഞ്ഞ് ഷോൾ എടുത്ത് തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് രണ്ടുപേർക്കും ഒരു ചെറിയ റൊമാൻസ് ഒക്കെ വരുന്നുണ്ട്. കണ്ണി നോക്കി ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന യമുനയ്ക്ക് ഭയങ്കര സന്തോഷം. യമുന പറയാ കുറേ ടെൻഷൻ അടിക്കേണ്ടി വന്നാലും വലിയൊരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് അവിടെ നടക്കുന്നത് എന്ന്. നേരം കാവേരി പറയും അവിടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ട്, പക്ഷേ എൻ്റെ കാര്യം അങ്ങനെ അല്ലല്ലോ മോളെ, നാളെ തൊട്ട് അമ്മ പുരാണം തുടങ്ങും എന്ന് കാവേരി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നേരം വെളുത്ത് കാവേരി എഴുന്നേറ്റിട്ടില്ല. അവിടെ കിടന്ന് ശാരദ ബഹളം വയ്ക്കുന്നുണ്ട്. 4 പെണ്ണുങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ ഈ പരിപാടിക്ക് സമ്മതിക്കില്ലായിരുന്നു, ഇപ്പം ദേ മനുഷ്യന് സമാധാനം ഇല്ലാണ്ടായി, ഇന്നലെ ആ ചെറുക്കൻ വന്നില്ലെങ്കിൽ ഉള്ള മാനം കൂടി പോയേനെ എന്ന് പറഞ്ഞ് തകർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കേൾക്കാതെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ് കാവേരി. അന്നേരം അങ്ങോട്ട് ഗംഗ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് ബെസ്റ്റ്, ഇതെല്ലാം കേൾക്കേണ്ട ആൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞ് വിളിക്കുവാണേ. തട്ടി വിളിക്കുമ്പോൾ ആ കയ്യിലങ്ങ് മുറുക്കി പിടിക്കും കാവേരി. എന്നിട്ട് അരവിന്ദൻ്റെ മക്കളെ തൊട്ടാലുണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുക ഉറക്കത്തിലേ. ഈ ഇന്നലെ നടന്ന സംഭവങ്ങൾ ഹാങ് ഓവറാണ്. അന്നേരം ചിരിച്ചിട്ട് ഗംഗ പറയുന്നുണ്ട്, അതേ അരവിന്ദൻ്റെ ഭാര്യ ചൂടുള്ള ചട്ടുകുമായിട്ട് ഇങ്ങോട്ട് വരും, മര്യാദയ്ക്ക് എഴുന്നേറ്റ് ജോലിക്ക് പോയില്ലെങ്കിൽ എന്ന് പറയുവേ. അന്നേരമാണ് ബോധം വരുന്നത്. എഴുന്നേറ്റിരുന്ന് കഴിയുമ്പോഴാണ് ഓർക്കുന്നത്, ഭഗവാനെ ഉള്ള ജോലി ഇങ്ങനെ കളഞ്ഞിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത് എന്ന്. നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ജോലിക്ക് പോകണ്ടേ എന്ന് ഗംഗ ചോദിക്കുമ്പോൾ അത് നേരത്തെ പോയില്ലേ എന്ന് ചോദിക്കും. അന്നേരം നീ പറഞ്ഞ് നിൻ്റെ ജോലി പോയോ എന്ന് ചോദിക്കുവാണ് ഗംഗ. അന്നേരം ഇല്ല ചേച്ചി പോയില്ല, അല്ല ഇന്നലെയും മിനിയാന്നൊക്കെ ഞാൻ ജോലിക്ക് പോയതല്ലേ, ഇനി 2 ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുമ്പം അങ്ങനെ വിചാരിക്കല്ലേ മോളെ, പിന്നെ ഇനിയുള്ള 2-3 ദിവസം ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്, അതുകൊണ്ട് നീ ജോലിക്ക് പോകുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറയും. നോക്കാം എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ് കാവേരി. ആകെ വിഷമമാണ്. ഈ സമയം വിനീത് വീടിൻ്റെ പുറത്ത് പോയി വരാന്തയിൽ കിടന്ന് ഉറങ്ങുവാണ്. അന്നേരമാണ് അമ്മ വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് വരുന്നത്. പിന്നെ വിനീതിൻ്റെ ഈ അവസ്ഥ കാണുന്നെങ്കിൽ പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് എന്നാടാ പറ്റിയ, നിന്നെ എന്നെ കാട്ടാന ചവിട്ടിയോ എന്നൊക്കെ ചോദിക്കും. അന്നേരം ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം മനസ്സിൽ കൂടെ പോകുന്നുണ്ട് വിനീതിൻ്റെ. അതുകൊണ്ട് തന്നെ വിനീത് പറയുവാണ് അമ്മ ഞാൻ വീണതാണ് എന്ന്.
അന്നേരം വീണിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറ്റുമോ, ഇതെന്നാ നീ വലിയ കൊക്കയിന്ന് താഴെ പോയതാണോ എന്നൊക്കെ ചോദിക്കുമ്പം അവിടെയുള്ളൊരു ചെരുവിൻ്റെ പേര് പറഞ്ഞിട്ട് പറയും അവിടുന്ന് താഴേക്ക് പോയി എന്ന്. അന്നേരം എന്നിട്ട് നീ എങ്ങനെ രക്ഷപ്പെട്ടേന്ന് ചോദിക്കുമ്പം അങ്ങ് കുറേ പോയി കഴിയുമ്പം മുകളിൽ നിന്ന് ഒരാൾ വിളിക്കുന്ന ശബ്ദം കേട്ടു. അന്നേരം ഞാനൊരു മരക്കമ്പെ പിടിച്ചു നിന്നു. ആ ശബ്ദം അമ്മയുടെ ശബ്ദം പോലെയായിരുന്നു. ആ ആൾ വന്ന് കൈപിടിച്ച് നടത്തി എന്നെ ഇങ്ങ് കൊണ്ടുവന്നു. ഒരു ദിവ്യ പ്രകാശം പോലെയായിരുന്നു. എനിക്ക് അമ്മയായിട്ടാ തോന്നിയതെന്നൊക്കെ പറഞ്ഞ് പയ്യെ നൈസായിട്ട് അമ്മ അങ്ങ് സൂചിപ്പിക്കുവേ. അന്നേരം എന്നാലും നീ ഇന്നലെ ഇവിടുന്ന് വഴക്കിട്ട് പോയില്ലേ, അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്, പക്ഷേ നിൻ്റെ നെറ്റിയിൽ ഇതൊക്കെ മുറിവൊക്കെ കെട്ടിത്തന്നത് ആരാ എന്ന് ചോദിക്കും. അന്നേരം അതാരാന്ന് അറിയത്തില്ലമ്മേ, എന്തൊക്കെയോ ദിവ്യമായ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്, എൻ്റെ ചക്കര അമ്മ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുവേ. അന്നേക്കും അമ്മ ഫ്ലാറ്റായി. അന്നേരം മോൻ ഒരു കാര്യം ചെയ്യുക, അകത്ത് പോയി കിടക്ക്, ഞാൻ വൈദ്യനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ, എപ്പോഴാണ് കാണാൻ പറ്റുന്നതെന്ന് അറിയാലോ എന്നൊക്കെ പറയും. പിന്നെ ഇതകത്തേക്ക് പോവുകയും ചെയ്യും. പിന്നെയും കാണിക്കുന്നത് കാവേരിയാണ്. കാവേരി റെഡിയായി വന്ന് ഇരിക്കുവാണ് ഡൈനിൻ്റെ അവിടെ. ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് ഗംഗ. അപ്പം ഗംഗ പറയും, എടി ഒരുപാട് താമസിച്ചല്ലോ, നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ രാജേശ്വരി നിന്നെ പുഴുങ്ങി തിന്നും എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ നിനക്കെന്താ ഒരു ബുദ്ധിമുട്ട് പോലെ, മോളെ നീ ജോലിയുടെ വലുപ്പവും ചെറുപ്പവും ഒന്നും നോക്കണ്ട, ചെറുതാണെങ്കിലും ഒരു ജോലി ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനം എന്നൊക്കെ പറയുമ്പോൾ ആകെ വിഷമിച്ചിരിക്കുക കാവേരി. ജോലിയില്ലാന്ന് എങ്ങനെയാണ് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഇന്ന് കാണിച്ചത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ഈ കാര്യങ്ങളെല്ലാം വിനീത് വിളിച്ച് നിവിനോട് പറയുന്നത് അകത്ത് നിന്ന് വിനീതിൻ്റെ അമ്മ കേൾക്കുന്നുണ്ട്. അന്നേരം ആ അത്യാവശ്യം വെടുക്കെട്ടിനുള്ള ഒരു വകയായേ. എന്തായാലും ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പം നിവിൻ ആസിഫിനെ വിളിക്കുന്നുണ്ട്, ആസിഫിനോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും അവന്മാരെ അറസ്റ്റ് ചെയ്യണം. ഇന്ന് ഈ ഒരു കാര്യം സംഭവിച്ചത് കാവേരിയുടെ ഹോം സ്റ്റേയിലാണെങ്കിൽ നാളെ അത് നമ്മുടെ ഹോം സ്റ്റേയിലും നടക്കാമല്ലോ, അതുകൊണ്ട് ഇതിനെതിരെ നടപടി എടുക്കണം എന്ന് പറയുമ്പോൾ ആസിഫ് പറയുന്നുണ്ട് അതിന് പിന്നിലുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റിൻ്റെ അവസാനം ഇവിടെ വന്ന ആൻറ്റിയും പോലീസ് അറസ്റ്റ് ചെയ്യും. കാരണം ബിനീഷിനെയും കൂട്ടുകാരെയും അങ്ങോട്ട് വിട്ടത് ആൻറ്റിയാണ് എന്ന് പറയുന്നു. നല്ല ദേഷ്യം വരുന്നുണ്ട് നിവിൻ അതിൻ്റെ പേര് രാജേശ്വരിയോട് നല്ല വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, പോലീസ് ഇവിടെ വന്ന അമ്മയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ കാണികളുടെ ഇടയിൽ നിന്നും ആദ്യം കൈയടിക്കുന്നത് ഞാനായിരിക്കും എന്ന് വരെ നിവിൻ പറയുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ കഥയെ കാണിച്ചത്.